കോൺഗ്രസിലെ നിലനിൽപ്പിനായുള്ള പരക്കം പാച്ചിലിലാണ് സന്ദീപ് വാര്യർ. ഓരോ ദിവസവും CPM-നും BJP-ക്കും നേരെ പലതും തുറന്നടിച്ചു പറയുകയാണ് നേതാവ്. ഉപതിരഞ്ഞെടുപ്പിന്റെ നിശബ്ദ പ്രചരണ ദിവസം വന്ന വിവാദ പത്രപരസ്യത്തിൽ CPM വിശദീകരണത്തിന് മറുപടിയുമായിട്ടാണ് കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. BJP-CPM ബാന്ധവത്തിന്റെ വ്യക്തമായ തെളിവാണ് പുറത്തു വന്നിരിക്കുന്നതെന്നും പരസ്യം നൽകിയെന്ന് പറയുന്ന അഭ്യുദാകാംക്ഷികൾ ആരാണെന്ന് CPM വ്യക്തമാക്കണമെന്നുമാണ് സന്ദീപ് ആവശ്യപ്പെടുന്നത്. പാലക്കാട് ഉപതിരഞ്ഞെടുപ്പിന്റെ നിശബ്ദ പ്രചരണ ദിവസം തനിക്കെതിരായ പരസ്യം വന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, പരസ്യം നൽകിയത് LDF ആണെങ്കിലും അതിന് പണം നൽകിയത് BJP ആണെന്ന്. BJP-ക്ക് പറയാൻ പറ്റാത്ത വർഗീയത CPM-നെ കൊണ്ട് പറയിക്കുകയാണ്. ഇന്ന് അവർ പറഞ്ഞത് സന്ദീപ് വാര്യരെ കുറിച്ചുള്ള ചില ഭാഗങ്ങൾ നൽകിയത് LDF അഭ്യുദാകാംക്ഷികൾ ആണെന്നാണ്. തന്റെ വാദം ശരിവെക്കുന്നതാണ് ഈ വിശദീകരണം. ആരാണവർ? MP രാജേഷും K സുരേന്ദ്രനും നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് പരസ്യം നൽകിയത്. അല്ലാതെ BJP വിട്ടുവന്ന നേതാവിനെതിരെ CPM എന്തിനാണ് പരസ്യം കൊടുക്കുന്നത്? അത്തരമൊരു പരസ്യം കൊടുത്തതുകൊണ്ട് ആർക്കാണ് ഗുണമുള്ളത്? BJP-ക്കല്ലേ? BJP-CPM ബാന്ധവത്തിന്റെ ഏറ്റവും ശക്തമായ തെളിവായിരുന്നു ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ലക്ഷ്യം വെച്ച് നൽകിയ ആ പരസ്യം. അതിന് ജനങ്ങൾ ബാലറ്റിലൂടെ മറുപടി നൽകി. വിശദീകരണത്തോടെ ജനങ്ങൾക്ക് അത് കൂടുതൽ ബോധ്യമായി എന്നാണ് സന്ദീപ് പറഞ്ഞത്. സന്ദീപിനെ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പദം നൽകിയേക്കുമെന്നുള്ള വാർത്തകളോടും അദ്ദേഹം പ്രതികരിച്ചു. ഏതെങ്കിലും പദവി വാഗ്ദാനം ചെയ്തതുകൊണ്ടല്ല ഞാൻ കോൺഗ്രസിലേക്ക് വന്നത്. തിരഞ്ഞെടുപ്പ് തിരക്ക് കഴിഞ്ഞാൽ ഡൽഹിയിലേക്ക് വിളിപ്പിക്കുമെന്ന് തന്നോട് പറഞ്ഞിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് AICC ആസ്ഥാനത്ത് എത്തിയത്. അല്ലാതെ പദവി സംബന്ധിച്ച് യാതൊരു ചർച്ചയും നടന്നിട്ടില്ല. കോൺഗ്രസിൽ വന്നപ്പോൾ വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത്. ഞാൻ ഉന്നയിച്ച വിഷയങ്ങളിൽ അവർക്കുള്ള ആത്മാർത്ഥതയും എനിക്ക് ലഭിച്ച അംഗീകാരവുമായിട്ടൊക്കെയാണ് ഞാൻ അതിനെ കാണുന്നത്. BJP-യുടെ പ്രത്യയശാസ്ത്രം പൂർണ്ണമായി തള്ളിക്കളഞ്ഞിട്ടാണ് കോൺഗ്രസിലേക്ക് വന്നത്. രാജ്യത്തിന്റെ മതനിരപേക്ഷതയിലും ബഹുസ്വരതയിലും വിശ്വസിച്ച് മുന്നോട്ടു പോകാനാണ് ആഗ്രഹിക്കുന്നത്. BJP-യെ പരാജയപ്പെടുത്താൻ രാജ്യത്ത് ഏറ്റവും ശക്തിയുള്ള ഒരേയൊരു പാർട്ടി കോൺഗ്രസ് ആണ്. കഴിഞ്ഞ 10 വർഷമായി രാജ്യത്തെ ഒരുമിച്ച് നിർത്തിയത് കോൺഗ്രസ് എന്ന സുരക്ഷാ വാൽവിലുള്ള ജനങ്ങളുടെ വിശ്വാസമാണ്. അതിനാൽ കോൺഗ്രസിന്റെ തിരിച്ചുവരവ് ഒട്ടും പ്രയാസമുള്ള കാര്യമല്ല. കോൺഗ്രസ് രാജ്യത്ത് അധികാരത്തിൽ വരും, വലിയ ജനപിന്തുണ തന്നെ കിട്ടുമെന്ന് സന്ദീപ് എടുത്തു പറയുന്നുണ്ട്. അതേസമയം പാലക്കാട് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനു പിന്നാലെയാണ് പാർട്ടി നേതൃത്വവുമായി സന്ദീപ് വാര്യർ അകന്നത്. പ്രചരണ പരിപാടികളിൽ ഉൾപ്പെടെ അവഗണന നേരിട്ടുവെന്ന് സന്ദീപ് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. സ്ഥാനാർത്ഥിയായ C കൃഷ്ണകുമാറിനെതിരെ നിരന്തരം വിമർശനങ്ങൾ നടത്തിവരുന്ന സന്ദീപ് പക്ഷേ കോൺഗ്രസിൽ പോവുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. നേരത്തെ സന്ദീപ് CPI-CPM നേതാക്കളുമായി അനൌദ്യോഗിക ചർച്ച നടത്തിയെന്ന വാർത്തകൾ പുറത്തുവന്നിരുന്നു. AK ബാലന്റെ നേതൃത്വത്തിലായിരുന്നു CPM ചർച്ച നടത്തിയത്. സന്ദീപിനെ പ്രശംസിച്ച് ബാലൻ രംഗത്ത് വരികയും ചെയ്തതാണ്. എന്നാൽ അത് പിന്നീട് മുന്നോട്ട് നീങ്ങിയില്ല. ശേഷമാണ് കോൺഗ്രസുമായി ചർച്ച നടന്നത്. പാലക്കാട് ഉപതിരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ തന്നെ സന്ദീപിനെ കോൺഗ്രസിലേക്ക് പാളയത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞത് വലിയ നേട്ടമായി. നേരത്തെ പാർട്ടിയിൽ നിന്ന് വിമത നീക്കം നടത്തി CPM-ലേക്ക് പോയ P സരിന്റെ പുറത്തുപോക്കലിന് പകരം വയ്ക്കാൻ സന്ദീപിന്റെ വരവ് ഉയർത്തിപ്പിടിക്കുക എന്നതാണ് ഇനി കോൺഗ്രസിന്റെ ലക്ഷ്യം. അതും ദേശീയ തലത്തിലെ എതിരാളികളുടെ ഇടയിൽ നിന്ന് വരുന്ന നേതാവായതിനാൽ കാര്യമായ പ്രചരണം അവർ നൽകും. കോൺഗ്രസിൽ നിന്ന് BJP-യിലേക്ക് ഒഴുക്ക് തുടരുന്നതിന് രാജ്യത്തെ വിവിധ മേഖലകൾ സാക്ഷ്യം വഹിക്കുമ്പോൾ തിരിച്ചുള്ള വരവ് കേരളത്തിലെ കോൺഗ്രസിനുണ്ടാക്കുന്ന നേട്ടം ചില്ലറയൊന്നുമല്ല. അതാണ് സന്ദീപിന്റെ വരവ് കൂടുതൽ ആഘോഷിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നത്.